വെൽക്കം ബാക്ക് ടു ഡൈൻ വിത്ത് ആൻ. ഇന്ന് നമുക്ക് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ എന്നാൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പോർക്ക് റോസ്റ്റ് റെസിപ്പി നോക്കിയാലോ. ഇത് ഒട്ടും ഗ്രേവിയൊന്നും ഇല്ലാത്ത അത്യാവശ്യം ഡ്രൈ ആയിട്ടുള്ള ഒരു റോസ്റ്റാണ്. ഇതുണ്ടാക്കാനായിട്ട് ഞാനിവിടെ 3/4 കിലോ പോർക്ക് എടുത്തിട്ടുണ്ട്. ചെറിയ കഷ്ണങ്ങളാക്കി നുറുക്കിയതിന് ശേഷം കഴുകി വൃത്തിയാക്കി ഒരു പ്രഷർ കുക്കറിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ്, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ഇത്രയും ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കണം. കൈ ഉപയോഗിച്ചിട്ട് മിക്സ് ചെയ്യുന്നതാണ് എന്തുകൊണ്ടും നല്ലത്. ഈ ഉപ്പും മഞ്ഞൾപ്പൊടിയും അതുപോലെ മുളക് പൊടിയും എല്ലാം പോർക്കിറച്ചിയിൽ നന്നായിട്ടൊന്ന് പിടിച്ച് കിട്ടണം. അതുവരെ നമുക്കൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതൊരു 15 മിനിറ്റെങ്കിലും ഒന്ന് മാരിനേറ്റ് ചെയ്യാനായിട്ട് വെക്കാം. അതിനുശേഷം പ്രഷർ കുക്കറിൽ വെച്ചിട്ട് വേവിച്ചെടുക്കാം. ഞാനിവിടെ 2 വിസിൽ വരുന്നത് വരെ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഫ്ലെയിം ചെറുതാക്കിയതിന് ശേഷം 15 മിനിറ്റാണ് വേവിച്ചെടുക്കുന്നത്. ഒരു ചീനച്ചട്ടിയിലേക്ക് 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് ചൂടായി കഴിഞ്ഞാൽ അതിലേക്ക് 1 ടീസ്പൂൺ ഇഞ്ചി ചതച്ചത്, 3 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചതച്ചത്, 3 പച്ചമുളക് ചതച്ചത്, ഇത്രയും ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതെല്ലാം കൂടിയിട്ട് ഒന്ന് വഴറ്റിയെടുക്കണം. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും അതുപോലെ തന്നെ പച്ചമുളകിൻ്റെയും പച്ചമണമൊക്കെ ഒന്ന് പോകുന്നത് വരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കണം. ഇതൊന്ന് ചെറുതായിട്ട് വാടി വന്നു കഴിഞ്ഞാൽ അതിലേക്ക് ആവശ്യത്തിനുള്ള കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് വീണ്ടും ഒന്ന് വഴറ്റിയെടുക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ ഒരു ലൈറ്റ് ബ്രൗൺ കളറായിട്ട് വന്നു കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് സവാള ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 3 സവാളയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ സവാള പെട്ടെന്ന് തന്നെ നമുക്കൊന്ന് മൊരിഞ്ഞ് കിട്ടും. ഇനി വീണ്ടും ഒന്നുകൂടിയിട്ടൊന്ന് വഴറ്റിയെടുക്കാം. സവാളയ്ക്ക് പകരം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചുവന്നുള്ളി എടുക്കാം. അങ്ങനെയാണെങ്കിൽ കുറച്ചുകൂടി ടേസ്റ്റ് കൂടുകയുള്ളൂ. ഇനി നമുക്കിതൊന്ന് മൂടി വയ്ക്കാം. എന്നിട്ട് 5 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. അങ്ങനെ ആകുമ്പോൾ സവാളയൊക്കെ പെട്ടെന്ന് തന്നെ സോഫ്റ്റായി കിട്ടും. ഇനി നമുക്ക് ഈ സവാളയൊക്കെ ഒരു ഗോൾഡൻ ബ്രൗൺ കളറായിട്ട് വരുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കണം. ഇപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം അത്യാവശ്യം നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളറായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. എപ്പോഴും പൊടികൾ ചേർത്ത് വഴറ്റുമ്പോൾ ഞാൻ പറയാറുണ്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം വഴറ്റിയെടുക്കാനായിട്ട്. അല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. ഇനി ഇതിലേക്ക് 3 ടീസ്പൂൺ മല്ലിപ്പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് ഒന്നുകൂടി ഒന്ന് മൂപ്പിച്ചെടുക്കാം. മല്ലിപ്പൊടി ഒന്ന് വഴന്ന് കിട്ടാനായിട്ട് കുറച്ച് സമയം എടുക്കും. അപ്പോൾ അതനുസരിച്ചിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. മല്ലിയുടെ ഫ്ലേവർ ഇഷ്ടമില്ല എന്നുള്ളവർക്ക് വേണമെന്നുണ്ടെങ്കിൽ അളവ് കുറയ്ക്കാം. പക്ഷേ മല്ലി കൂടുന്തോറും നമ്മുടെ റോസ്റ്റിന് ടേസ്റ്റ് കൂടുകയുള്ളൂ. എരിവിന് വേണ്ടിയിട്ട് ഞാനിവിടെ 2 ടീസ്പൂൺ കുരുമുളക് ചതച്ചതാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. കുരുമുളക് പൊടി ചേർത്ത് ഏത് നോൺ വെജ് തയ്യാറാക്കിയാലും ഒരു പ്രത്യേക ടേസ്റ്റാണ്. ഇനി കുരുമുളകിൻ്റെ ടേസ്റ്റ് ഇഷ്ടമില്ല എന്നുള്ളവർക്ക് കുരുമുളകിന് പകരം മുളക് പൊടി ചേർക്കാവുന്നതാണ്. ഇത് അത്യാവശ്യം ഒന്ന് മൂത്ത് വന്നു കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് ഗരം മസാല ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ 1/4 ടീസ്പൂൺ ഗരം മസാലയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് വീണ്ടും ഒന്നുകൂടിയിട്ടൊന്ന് വഴറ്റിയെടുക്കാം. മസാലയൊക്കെ അത്യാവശ്യം നന്നായിട്ട് ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള പോർക്ക് ചേർത്ത് കൊടുക്കാം. അതിലുള്ള വെള്ളത്തോട് കൂടി തന്നെ ചേർത്ത് കൊടുക്കണം. ഇനി നമുക്ക് ഇതെല്ലാം കൂടിയിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. നമ്മളിതൊരു റോസ്റ്റാണ് ഇവിടെ തയ്യാറാക്കുന്നത്. അപ്പോൾ അത് കാരണം തന്നെ പോർക്കിലുള്ള വെള്ളം ഒട്ടും കളയരുത്. നമ്മൾ ഈ പോർക്ക് വേവിക്കുമ്പോൾ വെള്ളമൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല. പക്ഷേ പോർക്കിൽ നിന്ന് തന്നെ ഇറങ്ങി വന്നിട്ടുള്ള വെള്ളം കൊണ്ട് മാത്രമാണ് നമ്മളിത് തയ്യാറാക്കുന്നത്. പോർക്കിറച്ചി വെന്ത വെള്ളത്തിൽ തന്നെ നമ്മളിത് റോസ്റ്റ് തയ്യാറാക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും. ആ ഇറച്ചിയുടെ ഫ്ലേവർ എല്ലാം ആ ജ്യൂസിൽ നന്നായിട്ടുണ്ടാവും. അപ്പോൾ കറിക്ക് നല്ലൊരു ടേസ്റ്റാണത് കൊടുക്കുക. നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇത് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. നമ്മൾ എടുത്തിട്ടുള്ള പോർക്കിൽ ഒരുപാട് നെയ്യ് ഉണ്ടെന്നുണ്ടെങ്കിൽ വേവിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ നെയ്യൊക്കെ ഒന്ന് ഊറ്റിക്കളയാവുന്നതാണ്. എന്നിട്ടും ഒരുപാട് നെയ്യ് നിങ്ങൾക്ക് തോന്നുകയാണെന്നുണ്ടെങ്കിൽ തേങ്ങാക്കൊത്ത് കൂടി ചേർക്കാവുന്നതാണ്. അങ്ങനെയാണെങ്കിൽ എക്സസ് ആയിട്ടുള്ള നെയ്യെല്ലാം ഈ തേങ്ങാക്കൊത്ത് വലിച്ചെടുക്കും. അത് കഴിക്കാനും നല്ല ടേസ്റ്റി ആയിരിക്കും. നമ്മുടെ റോസ്റ്റും നല്ല ടേസ്റ്റി ആയിരിക്കും. അതുപോലെ അതിൻ്റെ അകത്തുള്ള തേങ്ങാക്കൊത്തും നല്ല ടേസ്റ്റ് ആയിരിക്കും. നിങ്ങൾക്ക് കൂടുതൽ ഗ്രേവി വേണമെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ മാത്രം കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇത് ഒരുപാട് ഡ്രൈ ഒന്നും ആക്കി എടുക്കേണ്ട. ഈ ഒരു കൺസിസ്റ്റൻസി മതിയാവും. അപ്പോൾ നമുക്ക് ചോറിൻ്റെയൊക്കെ കൂടെ കഴിക്കാൻ പറ്റിയ ഒരു കറക്റ്റ് കൺസിസ്റ്റൻസി ആയിട്ട് ഈ റോസ്റ്റ് കിട്ടുന്നതാണ്. ഫ്ലെയിം ഓഫ് ചെയ്യുന്നതിന് മുൻപായിട്ട് ഞാനിവിടെ 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ കുരുമുളകിൻ്റെ ഫ്ലേവറൊക്കെ ഒന്ന് മുന്നിട്ട് നിൽക്കുകയും ചെയ്യും. ഈ കറിക്ക് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുകയും ചെയ്യും. നിങ്ങൾക്ക് ഒരുപാട് എരിവ് വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ കുരുമുളക് ചേർക്കാവുന്നതാണ്. അതൊക്കെ നമ്മുടെ ഓരോരുത്തരുടെയും ടേസ്റ്റിനനുസരിച്ചിട്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്.
ഇത്രയേ ഉള്ളൂ, വളരെ ടേസ്റ്റി ആയിട്ടുള്ള പോർക്ക് ഡ്രൈ റോസ്റ്റ് ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇത് നമുക്ക് ചോറിൻ്റെ കൂടെയോ ചപ്പാത്തിയുടെ കൂടെയോ റൊട്ടിയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയൊരു അടിപൊളി കോമ്പിനേഷനാണ്. ഒരു സ്റ്റാർട്ടറായിട്ട് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് സെർവ് ചെയ്യാവുന്നതാണ്. ഞാൻ ഇതിന് മുൻപ് പോർക്ക് വെച്ചിട്ടുള്ള കുറച്ച് ഡിഷസിൻ്റെ റെസിപ്പീസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. പോർക്ക് വിന്താലു, അതേപോലെ തന്നെ ചില്ലി പോർക്ക്, സിറിയൻ പോർക്ക് സ്ലൈസ്, അതിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ആവശ്യമുള്ളവർ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ. ഈ വീഡിയോ ഇഷ്ടമായെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഇനി എൻ്റെ വീഡിയോ ഇഷ്ടമായില്ല എന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് ഡിസ്ലൈക്ക് ചെയ്തോളൂ, ഒരു കുഴപ്പമില്ല. അതോടൊപ്പം നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് സെക്ഷനിൽ രേഖപ്പെടുത്താനും മറക്കരുത്. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ ഇഷ്ടമായെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ കേട്ടോ. ഒപ്പം കാണുന്ന ബെല്ലൈക്കൺ പ്രസ് ചെയ്യാൻ മറക്കരുത്. അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ എനേബിൾ ചെയ്യണം.